ഹായ് അമ്മി, ഞാൻ സെനോബിറ്റിസിന്റെ ഇന്ദു ആണ്. എന്റെ ആർമിയെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങനെയാ, എന്റെ ആർമിയെല്ലാം ഹാപ്പി ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഓക്കെ ആണോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? മറ്റു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലല്ലോ? അസുഖമൊക്കെ ഉള്ളപ്പോൾ നല്ല കെയർഫുൾ ആയിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഐ മീൻ യുവർ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, എനി റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, ആരെങ്കിലും? എന്നോട് ഇങ്ങനൊന്നും ആരും ചോദിക്കാറില്ല കേട്ടോ. ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുക വളരെ കുറച്ച് പേര് മാത്രമാണ്. ഒന്നാമത്തെ ആൾ നമ്മുടെ അമ്മ തന്നെ ആയിരിക്കും. ചില കുട്ടികളുടെ കേസിൽ പേരൻസ് പോലും ഇങ്ങനൊന്നും ചോദിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും തരണ്ട. ഇങ്ങനത്തെ ചില ചോദ്യങ്ങളോ ചില നിർദ്ദേശങ്ങളോ ഒക്കെ നമുക്ക് തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെയാണല്ലേ. എന്നാൽ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ട്, നമ്മൾ ആർമിയെ സംബന്ധിച്ച് BTS. ഇപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ജങ്കുക്ക് പീവേഴ്സിൽ നമുക്കായിട്ട് ലെറ്റർ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ഞാൻ വായിച്ചതാണ്, നിങ്ങൾക്കായിട്ട് ഞാൻ ഒന്നും കൂടെ വായിക്കാം. വേഗം വായിച്ചു നോക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഡെയിലി ആർമി ലൈക്ക് ചെയ്യുക. ആർമി സമ്മാനം കിട്ടിയോ? നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു പെർഫോമൻസ് സോങ് ആണ്. എന്നാൽ കൂടുതൽ പെർഫോം ചെയ്യാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. സമയം ലഭിച്ചതുമില്ല. നിങ്ങൾക്കായി കൂടുതൽ നൃത്തം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് നടത്താൻ കഴിയാത്തതിന്റെ വിഷമം എനിക്ക് തോന്നുന്നുണ്ട്. ഞാനതിന് എന്നെ തന്നെ കുറ്റം പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഒന്നിച്ചുള്ള 11ാമത്തെ വർഷമാണിത്. 11ാമത്തെ വാർഷികത്തിലേക്ക് കടക്കുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച്. ഒരുപാട് നന്ദി ഇതുവരെയും ഞങ്ങൾക്കൊപ്പം നിന്നതിന്. നിങ്ങൾക്ക് മറ്റു രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്നും അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടു കൂടിയും ഇരിക്കുന്നുവെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും സമ്മറായി കേട്ടോ. ഓവർ ഹീറ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. ഹെൽത്തൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ഈ ചൂടുകാലത്ത് കെയർഫുൾ ആയിരിക്കുക. ഗുഡ് ബൈ. ഞാനിത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വായിച്ചപ്പോഴേക്കും ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുക. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, പലരും നമ്മളെ കളിയാക്കാറുണ്ട്. ജങ്കുക്ക് അങ്ങനെയാണ്, വി ഇങ്ങനെയാണ്, ആർമി അങ്ങനെയാണ്, BTS ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസും കാര്യങ്ങളും വരാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ മനസ്സിലൊരിട്ട് സ്നേഹം പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാൻ പറ്റുമോ? വെറുതെ വ്യൂസിന് വേണ്ടിയും ക്യാഷിന് വേണ്ടിയും ഫാൻഡത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരാൾ ഇങ്ങനത്തെ ലെറ്ററൊക്കെ എഴുതുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ജങ്കുക്ക് മനസ്സിൽ തട്ടി എഴുതിയതാണ്. കാര്യം BTS എന്ന് പറയുന്ന ഈ ഒരു 7 മെമ്പേഴ്സിന്, ഈ ഒരു മ്യൂസിക് ബാൻഡിലെ ഈ മെമ്പേഴ്സിന്, ഇവർക്ക് നമ്മൾ ആരെല്ലാമോ ആയിക്കഴിഞ്ഞു. നമ്മൾക്ക് അവരാരൊക്കെ ആയോ അതുപോലെ തന്നെ അവർക്ക് തിരിച്ചും നമ്മളെ വലിയ കാര്യമാണ്. അവർ നമ്മളെ ഓർത്തും ടെൻഷൻ ആവുന്നുണ്ട്. കാര്യം വെറും 0 ആയിരുന്ന BTSന്റെ ഒരു 50% അവർ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലും ബാക്കി ആർമി എന്ന് പറയുന്ന ഈ ഒരു ഫാൻഡത്തിൻ്റെ സപ്പോർട്ട് കൂടിയാണ് ഇന്നത്തെ അവരുടെ ഈ നിലനിൽപ്പെന്ന് പറയുന്നത്. നിലനിൽപ്പും ഈ ഒരു നിലയും. അതുകൊണ്ട് തന്നെ ആർമിയോട് BTSന് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ വായിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞ് എനിക്ക് മാത്രമാണോ? എനിക്കറിയില്ല. എനിക്ക് കണ്ണ് നിറഞ്ഞു, നിങ്ങൾക്ക് കണ്ണ് നിറഞ്ഞോ? എന്തോ മനസ്സ് നിറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. സഹോദരങ്ങളോ വീട്ടുകാരോ ബന്ധുക്കളോ പോലും ചില സമയത്ത് നിനക്ക് സുഖമാണോ ആരോഗ്യമൊക്കെ അല്ലേ എന്ന് പോലും ചോദിക്കാറില്ല. പക്ഷേ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ തളരില്ല, നമുക്ക് കൂടെ ഉണ്ടെന്നുള്ള അർത്ഥം വരുന്ന സോങ്സാണ് BTS പുറത്തിറക്കുക എന്ന് പറയും. അതുപോലെ തന്നെ അവർ നമുക്ക് കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ ഒരു സമയത്ത് കുക്കിയുടെ ഒരു ലെറ്റർ വായിച്ചത്. എന്തോ ഒരു പ്രത്യേക ഒരു എനർജി. തളർന്നിരിക്കുന്ന സമയത്ത് ഒരു കോഫി കുടിച്ചാൽ കിട്ടുന്നൊരു എനർജി ഇല്ലേ, അതൊക്കെ തന്നെ അത് കിട്ടിയ പോലുണ്ട്. എന്നാണെങ്കിലും ഇതെല്ലാം ആർമിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫീല് കിട്ടുമോ നമുക്കൊന്ന് നോക്കാം. എന്നാൽ ശരി, ഞാൻ പോവാണേ. ബൈ, സാരാങ്ങയോ.